നമസ്കാരം. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇത് 18 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ കാണുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് തംബ്നെയിലിൽ അങ്ങനെ കൊടുത്തതും. സംസാരിക്കാൻ പോകുന്ന വിഷയം അതിനെ സംബന്ധിച്ചുള്ളതാണ്. 18+ കണ്ടൻ്റ് ആണ്. സോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈമിൻ്റെയൊക്കെ ഒരു ഉറവിടം ഒരു കൂട്ടം ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരേ 1% അല്ലെ 2% അത് മാത്രമാണ് നമ്മൾ ക്രൈം എന്ന രൂപത്തിൽ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ന്യൂസ്, ഒരു 2 ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയെ പിടിച്ച സമയത്ത് അയാളുടെ ഫോണിൽ ഒരു 5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഒരു 2 വർഷക്കാലം ടോട്ടലായിട്ട് 2 സോഷ്യൽ മീഡിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പ്സ് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിലാണ് ഈ പറയുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് തെളിവുണ്ട് ഇതിനെ സംബന്ധിച്ച്, വെറുതെ ഒന്ന് പറയുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂപ്പ്സ് ആക്റ്റീവാണ്. ഈ സെക്ഷുവൽ ഗ്രൂപ്പ്സ് മെയിൻലി ഈ സവർഗ പ്രണയധാരികൾ, ഈ ലെസ്ബിയൻസ്, ഗേസ്, അതുകൂടാതെ നമ്മളൊക്കെ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മറ്റ് സെക്സ് ഗ്രൂപ്പുകളിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മ ഏതാ പെങ്ങളേതാന്നൊക്കെ അറിയാത്ത ഒരവസ്ഥ നമ്മൾ ചിലരുടെ മുഖത്ത് നോക്കി ചില ദേഷ്യം വരുന്ന സമയത്ത് ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10%, 15% അല്ലെങ്കിൽ 20%, പോട്ടെ 20% നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇത് അതിനും മുകളിലോട്ടൊരു 80-90% മൊത്തത്തിൽ അതങ്ങനെ ആയി പോകുമല്ലോ എന്നുള്ളൊരു പേടിയിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഒരു 6500-ന് മുകളിൽ ആൾക്കാർ മെമ്പറായിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ടെലിഗ്രാമിൽ ആക്റ്റീവാണ്. അത് വളരെ താഴേക്കടലിൽ നമ്മൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ലോ ലെവൽ ആൾക്കാർ, അതിലും താഴേക്കിടയിൽ വളരെ മോശമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ വളരെ ഒരു കാമവസ്തു എന്ന രീതിയിൽ മാത്രമല്ല അതിലും താഴെ കാണുന്ന കുറേ ആൾക്കാരുള്ള ഗ്രൂപ്പ്സ്. അത് കൂടാതെ ഒട്ടുമിക്ക കുട്ടികളും ഇതിൽ കയറുന്നുണ്ട്. ഈ ടെലിഗ്രാമിൽ നിങ്ങൾക്കറിയാമല്ലോ, സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം കള്ളപ്രിൻ്റ് കുറേ കൊണ്ടുവന്ന് അതിലിടുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ കള്ളപ്രിൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ഒട്ടുമിക്ക ആൾക്കാരത് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ കാണുന്നതാണ്. ഒരുപാട് ന്യൂസസ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വന്നിട്ട് ഇതിനെതിരെ കേസ് കൊടുക്കുന്നത്, കുറേ കള്ളപ്രിൻ്റ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കയറുന്ന ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് കിട്ടുന്ന ഗ്രൂപ്പ്സ്, ചില ലിങ്ക് കിട്ടും. ലിങ്കിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണക്റ്റ് ആവുന്നത് ഇങ്ങനത്തെ ഗ്രൂപ്പ്സിലോട്ടാണ്. അപ്പോഴായിരിക്കും ഈ ചെറിയ തോതിൽ സെക്ഷൽ ഡ്രൈവുള്ള കുട്ടികൾ കാണും, ആണും പെണ്ണും. അവർക്കിത് കാണുമ്പോഴത്തേക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ഇതിലേക്ക് ഇവർ ഓപ്പൺ ചെയ്ത് ലിങ്ക് നോക്കുമ്പോഴത്തേക്ക് അതാണ്ട് കിടക്കുന്നു. ഇങ്ങനെ കുറേ സംഭവം ഇവരുടെ ഒരു തൽപര രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിലിങ്ങനെ സംസാരിക്കുന്നു. എന്നുവെച്ചാൽ ഇവരൊരു ടോട്ടലി ഒരു 20-30% അല്ലെങ്കിൽ പോട്ടെ ഒരു 50% ഇതിനോട് തൽപരരായിരിക്കും. കാരണം ബാക്കി 50% ഇവർക്ക് പേടിയുണ്ട്. ഇതിലേക്ക് പോയി നമ്മളെന്തെങ്കിലും പോയി ചെയ്ത് കഴിഞ്ഞ് പ്രശ്നമായി കഴിഞ്ഞാലോ അതൊരിതാവുമല്ലോ എന്നുള്ള പേടിയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു സാധനം വരുന്നതും. ഇതിലൊരു 10,000-6,000 പേര് മെമ്പറായിട്ടുള്ളൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്കിതൊരു പ്രചോദനം. ഇവർ നേരെ ഈ ഗ്രൂപ്പിനകത്തിലോട്ട് കയറുന്നു, ഇതിലിങ്ങനെ കണ്ടിന്യൂസ് ആവുന്നു, ഇരിക്കുന്നു, അഡിക്റ്റ് ആവുന്നു, മാനസിക നില നേരെ മാറുന്നു. അതായത് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം, പല കണ്ടൻറ്റ് വീഡിയോസിനകത്തിലും ഇതുപോലെ പല ആൾക്കാർ, സയൻറ്റിസ്റ്റ് മീൻസ് ഈ ഡോക്ടേഴ്സ്, ആൾക്കാർ ഓൾറെഡി വന്ന് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സൈക്യാട്രിസ്റ്റ് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അതിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ സെക്സ് ഡ്രൈവ്സ് കൂടുതൽ വരുന്ന ആൾക്കാർ മാക്സിമം ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിൽ നിന്ന് മാറി നിൽക്കുക, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ബാലൻസ് ആകുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാതായി പോകും. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കിങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് എനിക്കൊരു സെക്സ് ഡ്രൈവ് നമ്മുടെ ഒരു ടൈമിനനുസരിച്ച്, നമ്മുടെ ഒരു എന്താ പറയുന്നത്, ചില ഹോർമോൺസിൻ്റെ പ്രശ്നമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും ഇത് ഭൂരിഭാഗവും മനസ്സിൻ്റെ കുഴപ്പമാണ്. നമുക്കൊരു സെക്സ് ഡ്രൈവ് ഈ ടൈമിൽ വരും. എസ്പെഷ്യലി ആൺപിള്ളേർക്ക് ഒരു 90-95% വരും. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇതിൽ പോയി നമ്മൾ ഇരിക്കുന്നു. അപ്പം പെൺകുട്ടികളാണല്ലോ മെയിൻ, നമ്മുടെ അട്രാക്ഷൻ വരുന്നത് പെൺപിള്ളേരാണ്.
അപ്പോൾ ഈ അട്രാക്ഷൻ അങ്ങോട്ട് കൂടിക്കൂടി സെക്ഷൽ ഡ്രൈവ് സെക്സ് ചെയ്യണമെന്നുള്ള ഒരു ഇതിലങ്ങോട്ട് കയറി പിന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പ്സിലിരുന്ന് പിന്നെ ഇത് അമ്മച്ചിമാരെ ആയി ചെറിയ പിള്ളേരൊന്നും പോരാതെ വരും അമ്മച്ചിമാരാകുന്നു പിന്നെ അതിലും മുകളിലോട്ടുള്ള പ്രായക്കാരെ വേണമെന്നാകുന്നു പിന്നെ തീരെ കിളവികളായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാകുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സെക്ഷൽ വീഡിയോസ് ഉണ്ട്. ഇന്ത്യൻ വീഡിയോസ് എന്നല്ല പറയുന്നത്, വെളിയിലുള്ള വീഡിയോസ് തന്നെയാണ് ഈ മീൻസ് ഈ സെക്ഷൽ ഫിലിംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പോൺ ഫിലിംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പോൺ ഫിലിംസ് കണ്ടിട്ട് ഇതിൽ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത്. അതിൻ്റെ പ്രേക്ഷകരെ കൂട്ടാൻ വേണ്ടി അവർ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഓൾറെഡി നമുക്കറിയാം, ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു സംസാരം നടന്നതാണ്. ഇത് അവിടെ ചെയ്യുന്നത് അവർ കാശ് വാങ്ങിച്ചിട്ട് അതിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോൾ ഒട്ടുമിക്ക സെക്സ് ഫിലിംസിലും ഇവർ ഈ കാണിക്കുന്ന ഇത്ര ഒരു പവറിൽ കണ്ടിന്യൂസ് ടൈമിലൊന്നും സെക്സ് നടക്കില്ല. അവർ തന്നെ ഞാനൊരു സെക്സ് ഫിലിമിൻ്റെ മേക്കിംഗ് കണ്ടതാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതിൽ കണ്ടേക്കുന്ന ഇവരൊരു സ്പ്രേ ബോട്ടിലുണ്ട്, അതിൽ സ്പേം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ലിക്വിഡ് അവർ ഒരു പെണ്ണിൻ്റെ ലിപ്സിൽ ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്യും. എന്നിട്ട് ഇവർ മീൻസ് നമ്മൾ നോർമലി ആക്ഷൻ കട്ട് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ ക്ലോസ് എടുക്കുന്നു, അതിൻ്റെ ഒരു മിഡ് ക്ലോസ് എടുക്കുന്നു, അതിൻ്റെ ഒരു വൈഡ് എടുക്കുന്നു. ഇത് ടോട്ടലി അവർ അഭിനയിക്കുന്നതാണ്. പിന്നെ ബാക്കി വരുന്ന വീഡിയോസ് മീൻസ് ഇപ്പം ഇന്ത്യൻ വീഡിയോസ് കുറേ ഉണ്ട്. അത് ഞാൻ പറയുന്നത് ഓൾറെഡി നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ വീഡിയോസ് കാര്യങ്ങളെന്ന് പറയുന്നത് ഒറിജിനലാണ്. അത് ഓൾറെഡി കുറേ പിള്ളേരെ ചതിച്ചിട്ട് കുറേവന്മാർ കൊണ്ടിടുന്നതാണ്. അതേപോലെ തന്നെ സമ്മതത്തോടു കൂടി തന്നെ കൊണ്ടിടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ സമ്മതം കാണും ചില വീഡിയോസിൽ, നമുക്ക് മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അത് ഞാൻ പറയാൻ കാരണം ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഞാനിപ്പം ഈ നിരീക്ഷിച്ച് വന്ന ഈ സെക്സ് ഗ്രൂപ്പുകളിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, ഈ ഇതുമുണ്ട്, ടെലിഗ്രാമും ഉണ്ട്. ഓക്കെ, അതിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ഗ്രൂപ്പ്, പല രീതിയിലുള്ള ഗ്രൂപ്പ്സാണ്. ആദ്യം മല്ലു ആക്ട്രസ് കമ്പ്യൂട്ടറോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വന്നു. പിന്നെ അതിനെ സംബന്ധിച്ച് കുറേ സാധനം വന്നു. അതിൽ തീരെ ഒരു ലോ ഇതിൽ വന്നിരിക്കുന്നത് സ്വന്തം അമ്മയെപ്പറ്റി തന്നെ സെക്ഷലി ഫീൽ ചെയ്യുന്ന മക്കൾ. അതൊക്കെ ഞാൻ കണ്ടിട്ട് അത് ഞാൻ ആ ഗ്രൂപ്പിൽ അത് കുറേ ഇതിൽ വായിച്ചു. അതിൽ എന്തൊക്കെ വൃത്തിയുടെ കിടക്കുന്നേ. അത് നമ്മൾക്കൊന്നും ഈ ഒരു സാധാരണ ഇതിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരൊക്കെ അതൊക്കെ കണ്ടിട്ട് ഇതേ സമൂഹത്തിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ പിടിക്കപ്പെടുന്ന കുറച്ച് പേര് നമ്മൾ കാണുന്നുള്ളൂ. ഇത് വളരെ ഇതായിട്ട് മാനസികമായിട്ട് ഇത് ഉള്ളിക്കൊണ്ട് നടന്നിട്ട് പുറത്ത് ഒരു വ്യക്തിത്വം ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പെണ്ണുമുണ്ട്, ആണുമുണ്ട്. എത്രയോ പേര് ചതിക്കപ്പെടുകയാണ്. ചില ആൾക്കാർ ഇതിനെപ്പറ്റി പുറത്ത് പറയുന്നില്ല. ഇപ്പം ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണെങ്കിലും ഇപ്പം ഇതിൽ ഒരു വിഭാഗം, ഇപ്പം ഞാൻ ഇത് നിരീക്ഷിച്ച സമയത്ത് കണ്ടാണ്, ഒരു വിഭാഗമുണ്ട് ഈ വീഡിയോസിൽ നിന്നാണ് ഈ സംഭവം കണ്ടത് ആദ്യം ഫസ്റ്റ്. അതിന് ചുക്കോൾഡ് സെക്സ് എന്ന് പറയും. മീൻസ് പണ്ടത്തെ കൂട്ടിക്കൊടുപ്പ്, ഇപ്പം ഇങ്ങനൊരു പേര്. അതായത് ഈ സംഭവം ഈ ഒരു ടേം ഞാൻ ഈ ഗ്രൂപ്പിൽ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ റിസർച്ച് ചെയ്തു. ഇങ്ങനെ വീഡിയോസ് പരിപാടിയുണ്ട്. ഇതിൻ്റെ കേരള വീഡിയോസ്, ഇതിൻ്റെ ഈ തമിഴ് വീഡിയോസ്, അങ്ങനെ കുറേ സാധനം വന്നു. അതിൽ കേരള വീഡിയോസിൽ ഒട്ടുമിക്ക സംഭവം ഒറിജിനലാണ്. ഭർത്താവ് തന്നെ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നു. അതായത് നമ്മൾ ഈ ചില ഇതിൽ കാണുന്ന പരിപാടി, പോലീസ് വന്നിട്ട് ചില ഇതുപോലെ കൂട്ടിക്കൊടുപ്പ് ടീംസിനെയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് നമ്മൾ കാണുന്ന 1-2% പോട്ടെ, 10% കാണുന്നുള്ളൂ. ബാക്കി ഇതിന് പിന്നിൽ നടക്കുന്ന ഇമാതിരി വൃത്തികേട്, ഭയങ്കര വൃത്തികേട്. നിങ്ങൾ ഈ ചെറിയ തോതിലൊന്നും അല്ല ഇത് എനിക്ക് തോന്നുന്നു ഇത് മാനസികമായിട്ട് അനുഭവിക്കുന്ന ചില സ്ത്രീകൾ കാണും. ചില ഭർത്താക്കന്മാർ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സ്ത്രീകളോട് പറയുന്നതുണ്ട്, ഒരു രണ്ടോ കുട്ടികളുണ്ടായിട്ട് ഒന്ന് കിടന്നു കൊടുക്കടി എന്ന് പറയുന്ന ഭർത്താക്കന്മാർ ഒരു ചുക്ക് ഹോൾഡ് രീതിയിലാണ്. മീൻസ് കൂട്ടിക്കൊടുപ്പ് എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത്, ചുക്ക് ഹോൾഡെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒരു സമൂഹം, അമ്മയെ അറിയില്ല, ഭാര്യയെ അറിയില്ല, പെങ്ങളെ അറിയില്ല. ഞാൻ അതിൽ പറയുന്നത് മൊത്തത്തിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പോഴും ഞാൻ ഇടാൻ പോകുന്ന ഒരു സോഷ്യൽ മീഡിയക്കകത്തിൽ തന്നെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ താഴോട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കേട്ടിരുന്ന് മാനസികമായിട്ട് ഇനി അതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. മനുഷ്യരുടെ മനസ്സ് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും, പിന്നീട് അത് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആ കാര്യങ്ങൾ വിവരിക്കാത്തത്. പിന്നെ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഓപ്പണായിട്ട് വന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ അത് മാത്രമല്ല, ഇപ്പോൾ അത് പറയേണ്ട ഒരു ടൈമാണെന്ന് തോന്നി. കാരണം ഒരുപാട് കേസസ് ഇങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട്. കഞ്ചാവ്, നിങ്ങൾ ഈ പറയുന്ന കൂട്ടി കഞ്ചാവ് അടിച്ചിട്ടൊന്നും അല്ല ഒരു ഭൂരിഭാഗം ടീംസ്, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അഗ്രി ചെയ്യുക, ഒരു 90% ആൺപിള്ളേരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അവർ തന്നെയാണ് ഈ പെൺപിള്ളേരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ഈ 2K എന്ന് പറയുന്നു, ഓക്കെ, ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജനറേഷൻസും ഇതിന് അടിമകളാണ്. 2K മാത്രമല്ല, 90s അടിമകൾ ഒരുപാട് പേരുണ്ട്. ഈ മാനസികമായിട്ട് ഈ സെക്ഷൽ ഡ്രൈവ് കൂടിയിട്ട് മനസ്സ് തെറ്റിപ്പോവുക. എന്താണ് നല്ലത്, എന്താണ് ചീത്ത. ചില കൂട്ടുകാർ, ഇവരുടെ ഒരു മെൻറ്റാലിറ്റി മാറിപ്പോയ കൂട്ടുകാർ വന്നിട്ട് കൂടുള്ളവനെയും കൂടെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് സ്വയം ഒരു ബോധം വേണം, എന്താണ് നല്ലത്, എന്താണ് ചീത്ത. ഇപ്പം നിങ്ങൾ പോയി ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നു, അറേഞ്ച് മാരേജോ ലവ് മാരേജോ. അപ്പോൾ ലവ് മാരേജ് നിങ്ങൾ കുറേ നാൾ പ്രേമിച്ചു, ഓക്കെ, അത് കഴിഞ്ഞ് ജീവിതം തുടങ്ങി, കുറച്ച് നാൾ, ഒരു 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പം ഇവർ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവരുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ, അതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയി പിഴച്ചു പോയൊരു ടീമാണെങ്കിൽ അത് വന്ന് ഇതിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അവരുടെ ഉള്ളിൽ എന്താണോ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്താണോ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെയും കൂടെ തിരിച്ചു കളയും. സോ അങ്ങനെ തിരിക്കാൻ വരുന്ന ആൾക്കാരുടെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് നമ്മുടെ സ്വയം നിലപാടായിട്ട് നമ്മൾ മാറണം. നമുക്കൊരു ജീവിതമുണ്ട്, അത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നൊരു സ്വയം നിലപാട് വേണം. മൊത്തത്തിൽ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരി പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് നല്ലതാണ്, അവർ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു വന്നത് ടോട്ടലി അങ്ങനെ ആരെയും നമ്പല്ലേ കണ്ണടച്ച്. മനസ്സിലായോ? ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴും ആ വ്യക്തികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക വ്യക്തികളുടെ സ്വഭാവം. എസ്പെഷ്യലി ഞാൻ പറയുന്നത് കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ നമ്മൾ എന്താ പറയുന്നത്, കല്യാണം നിങ്ങൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ എടുത്ത് വെക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളെ കല്യാണം കഴിക്കാൻ പോയാലും നിങ്ങൾ വളരെ സമയമെടുത്ത് തന്നെ അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ. പിന്നൊരു സംഭവം, ഈ സവർഗ പ്രണയധാരികൾ, അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. വളരെ മാന്യമായിട്ട് ഒരു മുറിക്കകത്ത് ഇതൊക്കെ പോയി ചെയ്യുന്നത് കുഴപ്പമില്ല. മറ്റുള്ളവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കാതെ, ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വ്യക്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ 2 വ്യക്തികൾ അങ്ങനെയാണ്, അവർ ജീവിക്കുന്നു, ലെസ്ബിയൻസ് ആകട്ടെ ഗേ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ജീവിക്കുന്നു. അതിലിപ്പം പുറത്തായാലും അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അത് അവർ യാതൊരു ശല്യം പബ്ലിക്കിനുണ്ടാക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. പബ്ലിക്കിലെ ആൾക്കാരെ അവരുടെ ഇതിലേക്ക് വഴിതിരിക്കാതെ അവരിപ്പോൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവർ ജീവിക്കുന്നു, ഓക്കെ, അത് ഓക്കെയാണ്. അതിന് നമുക്കൊന്നും പറയാനൊക്കുന്നില്ല എന്നല്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു വിഭാഗത്തിൽ അങ്ങനെ ഇത് ചെയ്യണം, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ജീവിച്ചു പോകുന്നു, ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു 16,000 പേരുള്ള ഇതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ലെസ്ബിയൻസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെണ്ണുങ്ങളും, അതൊരു 80% പെണ്ണുങ്ങളും തൽപരരോട് തന്നെയാണ്, തൽപരരായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചിലർ പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്കോ ഇതിനകത്ത് ചാടി പ്രശ്നമാകുന്നവരുണ്ട്. ചിലർ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. നമ്മളിതൊക്കെ, ഞാൻ ഈ ഫസ്റ്റ് ടൈമിൽ ഇതൊക്കെ ഈ വീഡിയോസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിതറിഞ്ഞു. എല്ലാം കൂട്ടുകാരെ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാം A to Z കാര്യം അറിയാം. നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ്സ് പോയി നോക്കുമ്പോൾ ഈ കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മളൊരാൾ വന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പുറത്ത് പറയുമ്പോഴായിരിക്കും ഇത് ഈവൻ പറയുന്നല്ലോ എടുക്കുന്നല്ലോ എന്ന് പറഞ്ഞ്. അല്ലാതെ ഇത് മൂടി വെക്കുവാണെങ്കിൽ കുറേ എണ്ണം പിന്നെയും പഠിച്ചു, ആർക്കും ഛേദമില്ല. പിന്നെ ഞാനിത് കണ്ടിട്ട് ഒരു ഭയങ്കര താഴേക്കിടയിലുള്ള കുറേ കാര്യങ്ങൾ അതിൽ നടക്കുന്നു. എനിക്കതൊരു ഇത് എന്താണ് അതിൻ്റെ കൂടെ, എന്താണ് ഈ ലോകം, എങ്ങോട്ട് പോകുന്നൊരു പിടുത്തമില്ല. അതിൻ്റെ കൂടി പുറത്തുള്ള ഇങ്ങനത്തെ ന്യൂസും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മകനായാലും മകളായാലും ആവശ്യമില്ലാതെ ശാരീരികമായോ നിങ്ങളെ ടച്ച് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ ചേട്ടനുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളിൽ നിങ്ങൾ ഡ്രസ്സ് മാറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ തന്നെ ചെക്ക് ചെയ്യുക, ക്യാമറാസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കഞ്ചാവിൻ്റെ ഈ കേസ്, ആവശ്യമില്ലാതെ ഈ കഞ്ചാവ് ഇങ്ങനത്തെ പരിപാടീസൊന്നും അടിക്കാതിരിക്കുക. ഇതൊക്കെയാണ്
മെയിൻ ഒരു വിഷയങ്ങൾ ഇപ്പോഴത്തെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വയം നമ്മളെ സൂക്ഷിക്കുക, അതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മകനായാലും മകളായാലും എത്ര വർഷം നിങ്ങളെ പ്രണയിച്ച കാമുകനായാലും കാമുകിയായാലും വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അത് വളരെ കാര്യമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങളത് വളരെ വൃത്തികെട്ട രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് താക്കീത് ചെയ്ത് നിർത്തുക. എന്താണ് അവരുടെ പ്രശ്നം തിരക്കുക, അത് നിങ്ങൾ മാറ്റുക സംസാരിച്ച്. ഇല്ലെന്ന് അയാൾ അതേ പാതയിലാണ്, അതേ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ ഇതോടുകൂടി തന്നെ അയാളുടെ ബന്ധം പിരിയുക. ഞാൻ പറഞ്ഞത് മാനസികമായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട്. ആ വിഭാഗക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഓൾറെഡി അഡിക്റ്റായി, അല്ലെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് നീ പോടാ ഡാഷ് മോനെ മൈ മോനെ എന്നൊക്കെ പറഞ്ഞ്